എടാ മുട്ടയുടെ കളർ പറഞ്ഞ മുട്ട ഭയങ്കര ഹായ് ഗായ്സ് ഇന്ന് അരവിന്ദിന്റെ കല്യാണം പ്രമാണിച്ച് നമ്മുടെ കുഞ്ഞനിയന്റെ കല്യാണം. ഇതിൽ പല സന്തോഷം ചേട്ടന്മാർക്ക് ഒന്നുമില്ല. നല്ല വിഷമമുണ്ട് കല്യാണം കഴിക്കാൻ, നല്ല വിഷമമുണ്ടാവും. ആ കണ്ണീര് തുടക്കി ആമ്പൂർ ബിരിയാണി വേണോന്ന് അവന് ഭയങ്കര നിർബന്ധം. കല്യാണം നമ്മളായിരിക്കും കുക്ക് ചെയ്യുന്നല്ലടാ. അതെ അതെ. അതുപോലെ അവന്റെ വൈഫിന് അവന്റെ ഫിയാൻസയ്ക്ക് അമ്പൂർ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫാനും കൂടെയാണ്. അതെ, അപ്പൊ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇന്ന്. അതെ, അവർക്കൊരു സംഭാവന, ഒരു ഗിഫ്റ്റ്. അപ്പൊ അമ്പൂർ ബിരിയാണിയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? എല്ലാരും നല്ല പണിയാണ്. അതാണ്ട് ജൂനിയർ ബോയ് ആയ നമ്മള് ജൂനിയർ ബോയ് ആണ്. ഇവർ രണ്ട് ദിവസം വന്നാലേ ഇവിടെ ആയിട്ട് ഒന്ന് പരിചയം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇവിടുത്തെ ഒരു ചിക്കൻ കഴിവാൻ കൊടുത്തു. ഇതൊന്ന് പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മുളക് കുറച്ച് കാശ്മീരി മുളക് കുതിർത്ത് വെച്ചത് വെള്ളത്തിയിട്ട് കുറച്ചൊന്ന് പേസ്റ്റായി കൊണ്ടുവരാം. കുറച്ച് വെള്ളം കൊണ്ടുവരാം. ഞാൻ എവന്റെ കൊണ്ടുവരാൻ വിടുകയായിരുന്നു, പക്ഷെ പോണില്ല. മുട്ട പുഴുങ്ങാനാണോ? വേറെ മുട്ട പുഴുങ്ങണം. ഒന്നല്ലേ പുഴുങ്ങാൻ അവിക്കാനൊക്കെ ഒന്ന് തന്നെ. അമ്പൂർ ബിരിയാണിയില് ഫ്രണ്ടില് ബുൾസൈ വെക്കും നമ്മള്. അമേരിക്കൻ ചോപ്പി. മുട്ട നമുക്ക് അവിക്കണ്ടേ? അവിക്കാം. നീ അവിച്ചോ? കുറച്ചു വേടാ, ദാന കത്തിക്കേ. ചൂടടിച്ചടാ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. മുട്ട വയ്ക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം പുഴുങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മൾ മുളക് അരച്ച് സെറ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ഇത് അരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, വേഗം അരിയോ. ഇന്ന് മാത്രമാണ് വിഘ്നേഷ് അരിഞ്ഞു വെച്ചിരിക്കണേ. കൂട്ടുകയാണ്, അരിഞ്ഞ് കൂട്ടുകയാണ്. ഇത്രയൊക്കെ വേണം. അവന്റെ ഇത് നോക്കണം, അവൻ നോക്കാതെ. മറ്റേ IPL ഉണ്ടല്ലോ, നോ ലുക്ക് ഷോട്ട്, അതുപോലെയാണ്. നീ ഇപ്പൊ ലുക്ക് ചെയ്യണം. ലുക്ക് ചെയ്യണം, നോക്കാം. ലുക്ക് ചെയ്തിരി. സ്ലോ മോഷനിലൂടെ സ്പീഡ് ഇച്ചിരി കുറച്ച് മതിയാണ്. അവന്മാര് പലതും പറയും. നിന്റെ റീൽസ് ആയിട്ട് ഇടുകയും ചെയ്യും. ഇത് കത്തിലടാ. അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിട്ട് അമ്പൂർ ബിരിയാണിക്ക് ആദ്യം ചെയ്യാനുള്ള അമ്പൂരി ആയി പോയി ചിക്കൻ. ഇപ്പൊ ചിക്കന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ച് ഇതില് വ്യത്യസ്തമായ എണ്ണയാണ്. എന്താണ്? കപ്പലണ്ടി എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കിട്ട ഒരുപാട് വിഷമിച്ചു. അതെ, നമ്മൾ കുറെ തിരക്കി. കുറച്ച് താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ. 250 ഗ്രാം നെയ്യും കൂടി എടുത്തോണ്ടല്ലോ. അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. അല്പം നെയ്യ് ഒഴിച്ചോ, ഫുൾ ഒഴിച്ചോ. ഇനി മറ്റേ ഇത് ഇതില് കുറച്ച് സാധനം ഫുൾ ഒഴിക്കാം അല്ലേ? ഇതില് ഈ സാധനം, ഈ സ്റ്റാർ സാധനം, ആ സാധനം ഇടണം. പിന്നെ ഈ സാധനം പൊട്ടിച്ചിടോ. പൊട്ടിക്കണ്ട, അങ്ങനെ അല്ല പൊട്ടില്ല. പിന്നെ കുറച്ച് ഏലക്ക, കൈപ്പൂയം, നമ്മൾ ഇത് ഇത്തിരി ഈ സ്പൈസ് ഒക്കെ ഇത്തിരി ഒന്ന് കണ്ട അതിലോട്ട് ആ എണ്ണയിലോട്ട് പിടിക്കുമ്പോഴും നമ്മള് എന്തൊരു സവോള നമ്മൾ പറയാം. കുറച്ച് നമ്മളിങ്ങനെ ഇതൊരു ബ്രൗൺ കളറിൽ എത്തും വരെ നമ്മൾ ചെയ്യും. ഗോൾഡ് ആണോ? പറഞ്ഞു ബ്രൗൺ ഏതായാലും ഗോൾഡിന്റെ കളറായിട്ട് വരും. എടാ മുട്ട ഇനി കഴിഞ്ഞാൽ ഒരുമാതിരി ആവൂടാ.
ഈ താടി വെക്കാത്ത നന്നായി കേട്ടാ. ഇപ്പൊ ആദ്യം പിടിച്ചല്ലേടായി നീ വന്നാണ്. എടാ ഇവന് ചെറിയ ചെറിയ പണികൾ കൊടുക്കാതെ ചെറിയ പണികൾ കൊടുത്ത് പഠിപ്പിക്കും. ഓനെ അടുക്കള കയറ്റാറായിട്ടില്ല. കണ്ടോ അവന് എക്സ്പീരിയൻസ് ഇല്ല. ഇതാണ് ഷെഫുമാര് എടാ, സാധാരണ അവന് ചെറിയ ചെറിയ എന്തെങ്കിലും കൊടുത്തടാ. എന്തെങ്കിലും അരിയാനോ കട്ട് ചെയ്യാനോ. എടാ പാത്രം കഴിവാൻ തരാം. ബേസ് ചെയ്യുന്ന തുടങ്ങട്ടെ. ഇതാണ് സ്റ്റാർ ഹോട്ടലിലേക്ക് ആൾക്കാർ ചെല്ലുമ്പോ ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് അടുത്തത് നമ്മൾ ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഉപ്പിടാ അങ്ങനെ ഉപ്പിട്ടിട്ടുണ്ട് അവിടെ കൊടുക്കാം. ഇത്രയും മതി. ബാക്കി നമുക്ക് ഇനി ഒന്ന് മൂത്തിട്ട് ഇനി നല്ലോണം മൂക്കണമെന്നാണ് ഷാൻജിയോ പറയുന്നത്. ഷാൻജിയോ ചെയ്യുന്നതിൽ ചില തെറ്റുകളുണ്ട്. നമ്മൾ ഉടനെ കമന്റ് ചെയ്ത് നിങ്ങൾ അറിയാം. ഇതില് നമ്മള് തിരുത്തുന്നത്. നമ്മളിത് ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ അതിഥി വന്നിട്ടുണ്ട്. അതെ, ന്യൂസിലാൻഡിൽ നിന്നും ബൂംബാങ്. എടാ FT ബൂം ബാങ്ക് എടുത്ത് അങ്ങനെ സ്ട്രൈക്ക് അടിക്കൂലല്ലോ. കോപ്പിറൈറ്റ് അടിക്കാൻ വന്നു. ബൂംബാങ് ലൈറ്റ് അല്ല ഒരാളാ. ലൈറ്റ് അല്ലെങ്കിൽ 120. അപ്പൊ നമ്മളുടെ ഉള്ളി ഏകദേശം മൂത്തല്ലേ, നല്ല മണം. ഇനി നമുക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇടാം. ഗാർലിക് ഇട്ടോ. ഫുൾ ഇട്ടോ. ഒരെണ്ണം മതിയാ. ആദ്യം ഗാർലിക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ജിഞ്ചർ. നല്ല മണമുണ്ട്. ഷാൻ റഹ്മാൻ അങ്ങനെ ഷാൻജിയോ ഷാൻ റഹ്മാൻ അത് പാട്ടുകാരെ ഇവിടെ ഷാൻജിയോ നാട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ വിളിക്കാം അല്ലേ? ക്ഷണമുണ്ട് നമ്മളുടെ. കുറച്ച് ഇഞ്ചി ഇട്ടപ്പോ ഒരുമാതിരി വല്ലാത്ത ഇതായി അല്ലേ? നമ്മൾ ഇഞ്ചി ഇട്ടപ്പോ ടെക്സ്ചർ മാറിയോണ്ട് അതിന്റെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കുറച്ച് അരച്ചു വെച്ച വരണ പോലെ വരണം. അതുകൊണ്ട് ആമ്പൂർ ബിരിയാണിയുടെ മെയിൻ സാധനം ഇതല്ലേ? മെയിൻ സാധനം എരിയില്ലാത്ത പച്ചമുളകാണ്. കാശ്മീരി മുളകാണ്. അത് ഞാൻ എരി കുറവായിരിക്കും. എടാ കുറച്ചും കൂടെ അരിച്ചിട്ടാലോ? എരിവ് കുറവല്ലേ? എന്നാലും കുറെ ആകുമ്പോ എരിയില്ലടാ. കുറച്ച് വെള്ളം കലക്കി ഒഴിച്ചാലും വെള്ളം കലക്കി നിങ്ങളെ കൈയിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ശ്രീകാന്ത് അവിടെ നടുക്ക് കരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം. നല്ല ഇളക്കിക്കൂടാ. ഇളക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് വിനിച്ചുകൊണ്ട് മനസ്സിലായി. നിങ്ങൾ ക്രിക്കറ്റ് ഓർമ്മിപ്പിക്കല്ലേ? കിളക്കം കയറണ്ടായിരുന്നടാ. അത് സത്യം പറഞ്ഞാൽ അത് ഇളവണില്ലടാ. എവൻ നിന്ന് കറങ്ങണം അതിന്റെ കൂടെ ഇങ്ങനെ. അത് ഇളക്കണില്ല. ഇങ്ങനെയല്ലേ ഇളക്കേണ്ടത്? ഗ്ലാസ് ഇളക്കി നേരത്തെ ഇത് വെച്ചിട്ട് എവ ഇങ്ങനെ നിന്ന് ഇളവിച്ച് കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് കോമഡി വേണ്ടേ? ഓ അപ്പൊ എല്ലാരും ഇങ്ങനെ ആക്കിക്കോ. ഇങ്ങനെ ഇത് പറ്റേ ജിമ്മിൽ ഫസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കും ചെയ്യാൻ പറയില്ല ഇങ്ങനൊരു സാധനം. കുറച്ച് തളർന്നു പണിയുണ്ടെന്ന് തോന്നുന്നത്. അല്ല അന്വേഷണം ഇളക്കാൻ. അവിടെ ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് അടി പിടിക്കൂല. തക്കാളി ഇടുമ്പോ ആ മൂട്ടിലുള്ള സാധനം പോകുമെന്നാണ് വിഘ്നേഷ് പറഞ്ഞത്. നമുക്ക് നോക്കണം. ഇവിടെ ഇതിന് ഇത് തക്കാളി വേണോ? സലാഡിനില്ല. ഉള്ളിയിലയും സവാളയും ഇല്ലേ തക്കാളി ഇടില്ല. ആമ്പൂർ സലാഡിനില്ല. കുറച്ച് ഇട്ട് വെക്കാതെ ഇട്ട് വെച്ചാണ്. അപ്പം പുറത്തു അങ്ങോട്ട് മാറി തിരിഞ്ഞു. തുമ്മല് ലാലേട്ടൻ വഴക്ക് പുറത്താക്ക് ബിഗ് ബോസ് ആക്കരുത്. ഇത് ജാസ്മിന്റെ ഫാനാണെന്ന്. നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇളക്കാവുള്ളൂ. അധികം ഇളക്കല്ലേ എന്ന് പറഞ്ഞു. അല്ലല്ല കുറച്ച് നേരം ഇളക്കാൻ മതി. അത് ടിപ്പ് ഗായ്സിന് പറഞ്ഞു അടി പിടിച്ചില്ല. അടിപൊളി. കൊള്ളാം. അപ്പൊ ഇതുപോലുള്ള നുറുങ്ങ് ടിപ്പിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഓൾഡ് സ്കൂൾ ബോയ്സ്. വിഘ്നേഷിനെ ഫോളോ ചെയ്യാൻ അത് വേണ്ട, അതവൻ ഒറ്റ കയറൂലേ. അവന്മാർക്ക് അവിടെ ഒറ്റയ്ക്ക്
ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇതുവരെ ഇവരെ അവിടെ ആ കൂടെ 11 മുട്ടേ ഉള്ളൂ. ആരാണ് കൊടുത്തത്? നിന്റെ മുട്ട പോയി. മുള മിക്സ് ചെയ്താൽ എനിക്കൊന്നും എടുക്കണമല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി പുഴുവില്ലാത്ത കഴുകി നോക്കിയെടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞത് അതാ ഇതാ ഫുൾ തൊണ്ടായിട്ട് കിടക്കണല്ല. അത് അവൻ പൊട്ടിച്ചില്ല, പക്ഷെ അരിഞ്ഞില്ലാന്ന് തോന്നുന്നു. ഇന്ത്യണിന്റെ ഇത് ഫുള്ളായിട്ട് കിടക്കണം. അതിന് വേറെ ഇറങ്ങി, അതിലൊരു വേറെ കിടക്കണം. നീ നുള്ളി കയറ്റാറുണ്ട്. അടുത്ത വ്ളോഗിൽ ഇവനെ കാണിച്ച ബാനാണ്. ഇന്ത്യയാണ് പ്രൊബേഷൻ പീരീഡിൽ ലംഘിച്ച് പക്ഷേ ഓൾ ഫാൻസ് എന്ത് ചെയ്യാൻ? പുറത്താക്കി കമന്റ് ഒക്കെ കണ്ട് എടാ ഇത് ചെയ്യാടാ. പുതിയ പയ്യൻ ആ വേർഡൊക്കെ ബ്ലോക്ക് ചെയ്യാം. പുതിയ പയ്യൻ സീക്ക് നന്ദുമാനൊക്കെ ബ്ലോക്ക് ചെയ്യാം. കുറച്ച് കീവേഡ്സ് ആഡ് ചെയ്യാം ബ്ലോക്ക് ലിസ്റ്റ്. ഇനി നമുക്ക് ഇതിൽ ചിക്കൻ പിന്നെ ഞാനല്ലേ ചിക്കൻ ഇതിന് കരളൊന്നും ഇല്ലായിരുന്നു. ചിക്കൻ ഇട്ട് ഇത് റെഡിമെയ്ഡ് അല്ലേടാ, അതുകൊണ്ട് റെഡിമേഡോ? മറ്റേ ഇത് കവറിൽ വാങ്ങി ബുദ്ധിമുട്ടുണ്ട്. കവറിൽ നിന്ന് കിട്ടണ സാധനം. കുഞ്ഞിയുടെ അങ്ങോട്ട് ലുലുവിൽ ഇങ്ങനെയാണ്. മുട്ടൂത്ത് ലുലുവില് ലിവർ മാത്രം ഇത് കൊറേ ഉണ്ടല്ലേ. അതെന്ത് വിചാരിച്ച കഴിഞ്ഞ തവണത്തെ പോലെ റിച്ച് നോക്കിയോ. ഇനി കടം മേടിച്ചോണ്ട് അടുത്ത എപ്പിസോഡ് എന്ത് വിചാരിച്ച ഇറക്കി നമ്മളെ അരവിന്ദ് ഇറക്കി, പൈസ ഇറക്കി. അരവിന്ദ് ഇറക്കി എന്ത് സ്പോൺസർ നീ ഇനി തരുമല്ലോ. ഇനി നമ്മൾ വാങ്ങുമല്ലോ ഇതിന്റെ കയ്യിൽ നിന്ന്. കുത്തിപ്പിടിച്ച് വാങ്ങും. എടാ ഒന്ന് നല്ലോണം ഒന്ന് എഴുതാക്കണം. അടുക്കുന്നുണ്ടോ എന്നൊരു സംശയം നിനക്ക്. 2 കൈ കൊണ്ട് ചെയ്യണ അടി പിടിക്കൂല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിക്കണം. തൈര് കുറച്ച് തൈര് കുറച്ച് ഇത് കുറച്ച് കൂടുതലല്ലേ. കുറച്ച് കൂടുതലാണ്. ഗ്ലാസ് ഇളക്കടാ. അല്ല ഇവ ഒട്ടും ഇളക്കണില്ല. ഇത് ക്രിക്കറ്റ് കളിക്കാനല്ല. ആ എൻഡിൽ ഓരോ സൈഡിൽ പോയി കറക്റ്റ്. എക്സസൈസ് വിനുവിനെ വെറുതെ കളിയാക്കി. ഉടഞ്ഞു പോയി പെട്ടു. തൈര് വെച്ച് പോയി തൈര് ഒഴിച്ചപ്പോ കുറച്ച് പുളിപ്പിന് വേണ്ടി നാരങ്ങയും കൂടി ഇങ്ങനെ പെയ്യുന്നു. പിഴിഞ്ഞ് വരണില്ല. കുറച്ച് വിയർപ്പും കൂടി. എടാ കുറച്ചൊന്ന് കുറച്ച് ഇടാത്തി. കുറച്ചു നേരത്തെ കൂട്ടാൻ നീയല്ലേ പറഞ്ഞത്. ഇല്ല ഞാൻ ദാസൻ ലൊക്കേഷൻ മാറുന്നതല്ലാതെ ചിക്കൻ ഇളകുന്നില്ല അങ്ങോട്ട്. ഇനി നമുക്ക് ഇത് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാം. അരി 3 വേവിക്കൂല, ചൂടാക്കുമെന്നാണ് പറഞ്ഞത്. അഭിപ്രായത്തിലാണ് ഞങ്ങളുള്ളത്. അവിടെ വേറെ അഭിപ്രായക്കാരുണ്ട്. ഈ കാര്യത്തിൽ ഭിന്നത അഭിപ്രായ ഭിന്നത. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. പ്രതിഷേധിക്കുന്നുണ്ടോ രണ്ടുപേരും? വെള്ളം എവിടെ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കൂലേ? കുറച്ച് വെള്ളം അതിൽ ഒഴിക്കണം. കുറച്ച് ഷാൻജിയോ ഒഴിക്കും, ഞാൻ കണ്ടതല്ലേ. അറിഞ്ഞൂടെ? നിങ്ങൾ ചൈനീസിന് മാത്രം അമ്പൂർ ബിരിയാണി പിന്നെ ഒത്തിട്ടല്ലേ വേവിക്കുന്നത്. അതിനിടയ്ക്ക് ചൈനീസിന് മാത്രം വാ തുറന്നാൽ മതി. ഈ ആരാ ചൈനീസിന് മാത്രം വാ ഈ സാധനം കൂട്ടി വയ്ക്കോ. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ വെള്ളത്തിലെ കുറച്ച് വെള്ളം നമ്മൾ ഈ ചിക്കനിലോട്ട് ഇങ്ങനെ ഒഴിക്കും. പിന്നീട് അരി വേവിക്കും. അതെന്തിനാണ് അങ്ങനെ ഒഴിക്കണേ? അരി വേവിക്കണ്ടേ? അരി ഇതിൽ വേവിക്കും. അരി ഇതിലിട്ട് അതും മതി. ഇളകിയ ചിലപ്പോൾ പണി കിട്ടുമെന്ന് തോന്നുന്നു. ഇളക്കണ്ട, രസം അടച്ചു വെച്ചു. ഇല്ലല്ലോ, ഒരു കുറച്ച് വേണമെങ്കിൽ മസാല പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കും. എത്ര വെള്ളം കോരി ഒഴിച്ചതല്ലേ. ഇത്ര വെള്ളം മതി അരി മതി. ഇനി അരി ഇത് കുറച്ച് അരി ഇവിടെ ഇങ്ങനെ
ഏത് ചാനലിലാണ്? ആ അരി ആരാണ് കൈ കഴിയത്? നമുക്ക് അരി ഇടാം. ഇങ്ങനെ കുറച്ച് ഇതോ അവിടെ ഭിന്നഭിപ്രായം വന്നിരിക്കണു. പിന്നെ അഭിപ്രായം എടാ എല്ലാരും തീരുമാനം എന്റെ അഭിപ്രായം ചൈനീസ് അനർത്ഥം സംഭവിക്കും. പറ എന്താണ്? ചിക്കൻ കഞ്ഞി കൊടുമൺ പോറ്റി കുടിക്കുന്ന സാധനം അതാണ്. ആമ്പൂർ കഞ്ഞി തെറ്റിയ ആമ്പൂർ കഞ്ഞി. ഓക്കെ, റൈസ് ഇതിൽ ജസ്റ്റ് ഒന്ന് വേവണ്ട, ഒരു അര വേവായാൽ മതി. 3 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അല്ല, ഈ റൈസ് ഉണ്ടാവും. തിള വരുമ്പോഴത്തേക്കും, തിള വന്നതിന് ശേഷം 3 ഇത് നമ്മൾ ജിയോയെ വിളിച്ച് ചോദിച്ചു. ഷാൻ ജിയോയെ നമ്മൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ചില മിസ്റ്റേക്കുകളുണ്ട്, അതും കൂടി ഇതിൽ തിരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് തിരുത്തണം. ഇത് നമുക്ക് അരി വടിക്കാം, വടിച്ചിട്ട് ഇതിനകത്ത് വടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം, അത് ഈ വടി, ഇത് വേറെ വടി. അരി എടുത്തിട്ട് ദാസൻ ചേട്ടനാണ്, സൂക്ഷിച്ചോണ്. ജിമ്മി പോണുണ്ട്. നിന്റെ ജിമ്മിനെ പുച്ഛിക്ക്. സൂപ്പർ. ഞാൻ എടുത്തരാം, നീ വിടറാ. ഞാൻ എടുത്തരാം. ഇനി ഭാരം അതുകൊണ്ട് അത്രയും അതിനകത്തുണ്ട്. ഇങ്ങോട്ട് മാറി കയ്യിലൊന്നും എടുത്തിട്ടല്ലേ. എടാ ഇത് വെയിറ്റ് ഉള്ള സാധനമാണ്. ഇപ്പൊ വെയിറ്റ് ഇല്ല. വെയിറ്റ് എവിടെ നിന്ന്? നീ ഏത് ജിമ്മിൽ പോണത്? എന്റെ ജിമ്മിനൊരു അപമാനമല്ലോ. ഇനി ഞാൻ എങ്ങനെ കയറുന്നത്? ഒരിടത്തും അഡ്മിഷൻ കിട്ടിയില്ല. ഓക്കെ, അരി കുറച്ചതായിട്ട് ഓക്കെ, അരി ഊറ്റി ഇതിലേക്ക് ഇടാൻ പോകുന്നു. അരി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേ ഉള്ളൂ. ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മളെ ചിക്കൻ കറി. കൺഫേം അല്ലേ? കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്തിനാ ഒരു കഞ്ഞി. ഇത് നമ്മള് ഇതിങ്ങനെ വച്ചിട്ട് ചെറുതായിട്ട് ഇളക്കണം. മുകളിലത്തെ സാധനം മാത്രം, അടിയിലത്തെ ഇളക്കല്. മുകളിലത്തെ കറിയുമായിട്ട് മിക്സ് ആവണം. ഇതില് ചെയ്യാം. ഈ മുകളിലത്തെ സാധനമല്ലേ ചിക്കൻ, അടിയിലത്തെ ചിക്കൻ അധികം ഒരു പ്രത്യേകതരം ഡിഷായിരിക്കും. ഓ ഇങ്ങനെയാണ്. ഇത് ഞാൻ ചെയ്തു തരാം. ഇത് ഞാനും ചെയ്തു തരാം. അങ്ങനെയല്ല. ഇതെന്തൊരു കോരിക്കൊണ്ട് പോകണം. അവന് വീട്ടിൽ കുറച്ച് കൊടുക്കാണ്ടോ? നീ എന്തിനാണ് കറി ഇവിടെ കിടക്കണം. അങ്ങനെയൊന്നും അല്ല. കഞ്ഞി കോരാനല്ല നിന്റെ അടുത്ത് പറഞ്ഞത്. ഇതിപ്പോ എന്തല്ലേ ഇങ്ങനെ mix വെന്ത് കഞ്ഞിയായി. ഈ മുകളിലെ സാധനം മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ അടിയിൽ തന്നെ വേണം. ആ മണം വരുന്നുണ്ട്. സിമ്പിൾ സാധനം. മണത്തിൽ സെറ്റാണ്. മണം വരുന്നുണ്ട്. നില്ല ഒരു മിനിറ്റ്. ഒന്നും ആവൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞു. വിഘ്നേഷ് അളിയനാണ് പറഞ്ഞത്. നമ്മുടെ ഈ മുകളിലത്തെ സാധനം മാത്രം ഇങ്ങനെ ഇതിലൂടെ മിക്സ് ചെയ്യണം. ഒരു സെറ്റ് കഷ്ണമൊക്കെ വന്ന് കോരിക്കളയുന്നു ഒരുത്തം കിട്ടിക്കുന്നു. ഉള്ള വെള്ളം എങ്ങനെ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ചിരിക്കുന്നു. എടാ ഇത് ഹൽവ ആവുമെന്നാണ് എനിക്ക് തോന്നണം. അതല്ലേ നോക്കണേ, നമ്മള് ചെയ്യണേ. ഒരു പിച്ചാത്തി ഉണ്ടായിരുന്നെ കട്ട് ചെയ്ത് എല്ലാവരും തരാം. അമ്പൂർ ചിക്കൻ അൽവ. തമിഴന്മാരത് കാണിക്കണ്ട. അമ്പെടുത്ത് ഞാൻ കളയും. എടാ നമുക്കിനി ഇത് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇടാനാണ് ജിയോ ചേട്ടൻ പറഞ്ഞത്. എല്ലാം അങ്ങേരെ തലയിൽ കൊണ്ടിടുകയാണ് കേട്ടാ. അവര് ഇത് പ്രതിഷേധക്കാർ വേറെ പ്ലാൻ. വിഘ്നേഷിന് എതിരാണ് നമുക്ക്. ലീഡർ. മറ്റേ പമ്പരം കറക്കണം. അവനാണ് വിഘ്നേഷിന്റെ അടുത്ത് പോയിട്ട് ഫെയിം കണ്ടപ്പോൾ ഭൂമാഗിന്റെ കൂടെ പോയി അവന്മാർ. ഓൾഡ് സ്കൂളിനെ പുക്കിക്കുന്നു. ഇതൊക്കെ കണ്ട ആരായാലും പോവും. അവന് നേരെ അരി എടുത്ത് പൊക്കാൾ ആരെങ്കിലും പോയാൽ മാതിരി ഷേവിങ് ആണല്ലോടാ. അപ്പൊ നമ്മൾ ഈ അരിയൊക്കെ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് പൊട്ടിച്ച് നോക്കാം. 11 minutes later. 10 മിനിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ടൈമായി. മണിക്കുട്ടി അടിച്ചു. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് വെന്ത് കാണും. നോക്കാം വെന്തോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഉണ്ട്.
ഒന്നുകൂടെ നോക്കി എന്താന്ന് എനിക്ക് സംശയം. കുത്തി ഇളക്കടാ. എടാ, കുറച്ച് കഴിച്ചു നോക്കി. ഏതാണ്ട് കളർ സെയിം ഒക്കെ ആയി. ഏതാണ്ട് സെയിം ആയി. ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗസ്റ്റുകളായ നമ്മളുടെ ബൂം ബാങ്കിനും പിന്നെ നമ്മളുടെ കല്യാണ ചെറുക്കനായ അരവിന്ദിനും കൂടി ഈ ബിരിയാണി കൊടുത്തുകൊണ്ട് നമ്മളിത് എടുക്കാം. അത് 2 പീസ്. ഒരു പീസ് അല്ലേ, ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു. കഴുത്തവനോട് ആർക്ക്? കല്യാണം പയ്യന് കഴുത്ത് അക്സസറീസ് അവിടെ മതിയല്ലേ? മതി കഴിക്കട്ടെ, അവൻ ധാരാളം കഴിക്കട്ടെ. ഉണ്ടല്ലേ ധാരാളം തട്ടി കൊടുക്കും. കഴിക്കൂ. കഴിക്കും, മൊത്തം കഴിക്കും. സലാഡൊക്കെ വേണോ? ആ സലാഡ് എല്ലാം കൂടെ വെച്ചാൽ സലാഡ് കൊടുക്കാൻ ചെക്കൻ. ഇച്ചിരി സലാഡ്. കല്യാണ ചെറുക്കനെ എടുക്കുമ്പോ ബൂം ബാങ്കിനെ കഴിക്ക് ടേസ്റ്റ് നോക്ക്. കല്യാണ ചെക്കൻ അടിപൊളി അല്ലേ? സെറ്റ്. കൊള്ളാം. ഇനി ബൂം ബാങ്ക് മാറ്റി പറഞ്ഞ കല്യാണം 3 പീസ് ഉണ്ട്. സലാഡ്, ബൂം ബാങ്കിന് സലാഡ്. സലാഡ് കഴിക്കടാ. സലാഡ് മുട്ട. ഇത് കുറച്ച് കൂടി എത്ര കഴിച്ചാ? ഓ, പ്രത്യേകം അവന്റെ കയ്യിൽ അഴുക്ക് പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? കഴിക്കട്ടെ. അല്ല, നമ്മളിവിടെ കഴിക്കുന്ന അഭിപ്രായം പറയാം. അതുകൊണ്ട് കഴിക്കടാ മുത്തേ. ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇവരെ സലീം കുമാർ പറ്റി പറയൂലേ? ക്രിറ്റിക്കലാണ്. തൊട്ടിക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഓ, അടിപൊളി, ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം. വിശക്കണം, കഴിക്കാൻ നല്ല സുഖം. ഫ്ലേവർ കുറച്ചുകൂടെ ഇറങ്ങണം ഒരല്പം. ഇതിൽ ഉപ്പ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയെന്നാണ് ഞാൻ അപ്പൊ ഉപ്പ് കുറവാണല്ലോ. ഉപ്പില്ല. എനിക്കും തോന്നി, ഞാൻ പിന്നെ മിണ്ടായിരുന്നതാണ്. അങ്ങനെ നല്ലൊരു ആമ്പൂർ ബിരിയാണിയാണ്. വേറെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ, എന്നാലും നല്ല ബിരിയാണിയാണ്. നിങ്ങളപ്പോ എല്ലാരും നിങ്ങളുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് വീക്കെൻഡിൽ ഉണ്ടാക്കി തരാൻ പറയുക. നിങ്ങൾ എനിക്ക് ഒരിക്കലും ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണി. അവർക്ക് ഉണ്ടാക്കാം. തനിയെ ഉണ്ടാക്കണോ? വല്ല സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ഇത് കണ്ടോ? ബൂം ബാങ് എങ്ങനെയുണ്ട്? ഉപ്പ് കുറവുണ്ട്. പച്ചിറച്ചി അല്ലാത്തോണ്ട് ഒരു ടേസ്റ്റിന് കുഴപ്പമില്ല. ഉപ്പില്ലാത്തോണ്ട് കൊള്ളാന്ന്. ഈ ഉപ്പില്ല എപ്പോഴും പറയണ്ട. ദണ്ഡി മാർച്ചല്ലേ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്താലാടാ. ഓ, വൈൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.